ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് മോന് സ്കൂളുള്ള ദിവസമാട്ടോ. രാവിലെ തന്നെ കിച്ചണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് വന്ന് പോയതാട്ടോ, ചോറൊക്കെ വെച്ചിട്ട് പോയതാണ്, റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട്. അപ്പോൾ ഇതാ വിൻഡോൻ്റെ അടുത്തുള്ള 2 പ്ലാന്റ്സും ഒന്ന് ഫ്രഷ് ആക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ മണി പ്ലാന്റ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ആഴ്ചയിലൊരു ദിവസം വെള്ളം മാറ്റി കൊടുക്കും, ലീഫൊക്കെ ഒന്ന് കഴുകി കൊടുക്കും. അപ്പുറത്തുള്ള പോട്ടിലുള്ള സൺസവേരിയാണ് കേട്ടോ, അത് മണ്ണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതും ഇടയ്ക്കൊന്ന് ലീഫൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് സെറാമിക്കിൻ്റെ പോട്ടാണെങ്കിലും ഡ്രെയിനേജ് ഹോളുള്ള പോട്ടാണ് കേട്ടോ. വെള്ളം ഡ്രെയിൻ ഔട്ടായി പോയിക്കോളും. അപ്പോൾ പിന്നെ ഇലയൊക്കെ ഒന്ന് കഴുകി ഒന്ന് നനച്ചിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ മോന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് മോന് ലഞ്ച് കൊടുത്തു വിടണം. ഞാനിപ്പോൾ ചോറാണല്ലോ കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കണം. കറികൾ മീൻസ് 2 ടൈപ്പ് വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ ഇന്ന് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒരു തോരനും അതേപോലെ പൊട്ടാറ്റോ ഫ്രൈയും ആണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പൊട്ടാറ്റോ ഫ്രൈ അധികം ദിവസം കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അല്ലാത്ത ഉപ്പേരിയോ തോരനൊക്കെയാണ് അങ്ങനെ മാറ്റി മാറ്റി വേറെ വേറെ ഐറ്റം കൊടുത്തു വിടുക. കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ, എന്നാലും നമ്മുടെ സമാധാനത്തിന് കൊടുത്തു വിടും. പക്ഷെ കൊടുത്തു വിടുന്ന ഒരു കഴിപ്പിക്കും കേട്ടോ. അവിടെ ഫുഡ് വേസ്റ്റ് കളയാനുള്ള സൗകര്യമില്ല. അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പാത്രം കഴുകാതെ തിരിച്ച് കൊടുത്തു വിടും. അപ്പം നമുക്ക് അറിയാനായിട്ട് പറ്റും കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ കഴിക്കാനുള്ള അത്രേ കൊടുത്തു വിടുള്ളൂ. വാരി കൊടുത്താൽ അവന് എത്രയും കഴിച്ചോളൂ കേട്ടോ. പക്ഷെ വാരി കഴിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സംസാരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ടൈം അങ്ങനെ പോകും. അപ്പോൾ പിന്നെ അത് ബാക്കിയാക്കി കൊണ്ടുവിട്ടാൽ കുറച്ചേ വെച്ച് കൊടുക്കുള്ളൂ. സ്കൂൾ കഴിഞ്ഞ് വന്നാലും വേഗം ഞാൻ കുളിപ്പിച്ചിട്ട് ചോറ് തന്നെയാണ് കേട്ടോ കൊടുക്കുക. ചോറ് കൊടുത്താൽ എനിക്കൊരു സമാധാനമാണ്. പിന്നെ വേറെ എന്ത് വേണേലും കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. വന്നോടെ തന്നെ ഞാൻ ചോറും കറിയൊക്കെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇതാ വെജിറ്റബിളൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. മറ്റേത് ഞാൻ ചെയ്യലും കട്ട് ചെയ്യലും ജോലിയും കൂടി ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. ഇന്നിപ്പോൾ ഇങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഞാൻ ചോപ്പറിലാട്ടോ അരിഞ്ഞെടുക്കുക. ആ ചോപ്പർ വാങ്ങിയത് എനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുള്ളാണ് കേട്ടോ. അഗാരോൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഒരു മിനി ചോപ്പർ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇങ്ങനെ സ്കൂൾക്ക് മക്കളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ആ ഒരു പ്രോഡക്റ്റ്, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല യൂസ് ആട്ടോ അത്. അപ്പോൾ അവന് സ്കൂൾക്ക് ചോറ് കൊടുത്തു വിടുന്നതുകൊണ്ട് തന്നെ ഉച്ചക്കുള്ള ചോറ് ഞങ്ങൾക്കുള്ളതും പെട്ടെന്ന് രാവിലെ തന്നെ അങ്ങ് റെഡി ആവും കേട്ടോ. പിന്നെ കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുള്ളൂ. ഇത് ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ചോപ്പറിലിടാൻ പാകത്തിനുള്ള പീസുകളാക്കിയെടുക്കുകയാണ്. അങ്ങനെ ആക്കിയിട്ട് വേണം കേട്ടോ അതിലിടാൻ. നല്ലോണം ചാർജ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചാർജ് ചെയ്തിട്ട്, ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ട്. 2-3 പൾസല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ദിവസം നിൽക്കുന്നുണ്ട് ചാർജ്. എപ്പോഴും ഇങ്ങനെ കുത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മേലത്തെ ഹെഡ് മോട്ടർ നനയണ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തേങ്ങ വൈകുന്നേരം ചേച്ചി വരുമ്പോൾ ചിരണ്ടി തരും കേട്ടോ. അതും ഭയങ്കര ഒരു യൂസാണ്. രാവിലെ പച്ചക്കറി ഒന്നും അരിഞ്ഞു വെച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ തേങ്ങ ചിരകുക അതൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണല്ലോ. അതൊക്കെ റെഡിയാക്കി വെച്ചാൽ രാവിലത്തെ പണികളൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് 1-2 പൾസ് ചെയ്താൽ മതി കേട്ടോ. നല്ല നമുക്ക് എത്രയാണോ ചെറുതാവേണ്ടത് അത്രയും പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പാകത്തിന് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന ആ പാകത്തിന് ആയി വന്നിട്ടുണ്ടാവും കേട്ടോ.
നല്ല യൂസ്ഫുൾ ആണ് ഈ പ്രോഡക്റ്റ്, പിന്നെ അഫോർഡബിളും ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒരു എരിവില്ലാത്തൊരു പച്ചമുളകും അതേപോലെ 2 ടീസ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കും കേട്ടോ. മോന് കൊടുത്തു വിടാനുള്ളതായതുകൊണ്ട് ഒരുപാട് എരിവൊന്നും ചേർക്കില്ല, എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. അതാണ് ഞാൻ ഒരു പച്ചമുളക് ചേർത്തത്. ഒരു 2-3 ടീസ്പൂണ് തേങ്ങയും ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കും. വേറെ ഒതുക്കിയെടുക്കാനോ ഒന്നും നിൽക്കാറില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടോ മോനെ വിളിക്കുള്ളൂ, നേരത്തെ തന്നെ ഒന്നും വിളിക്കാറില്ല. വൈകിയാൽ കിടക്കട്ടോ, ഞങ്ങൾ കിടക്കുമ്പോഴേ കിടക്കുള്ളൂ. സ്കൂളുണ്ടെന്ന് എഴുതി നേരത്തെ കിടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചോപ്പറിൻ്റെ ബ്ലേഡ് ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ, സിങ്കിലിടാൻ പറ്റില്ല, നല്ല ഷാർപ്പാണ് ബ്ലേഡ്. അപ്പോൾ സിങ്കിലിട്ട് വെച്ചാൽ നമ്മൾ വേറെ വല്ല പാത്രമൊക്കെ എടുക്കുമ്പോൾ കയ്യുമ്മലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ കയ്യും മുറിയായി കൂട്ടാം. അപ്പോൾ ഞാനതപ്പം തന്നെ കഴുകി വെക്കും. പൊട്ടാറ്റോ ഞാൻ ഒരു ക്യൂബിക് പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുക. ഷാലോ ഫ്രൈ ആണ് ചെയ്യുക, പക്ഷേ കുറച്ച് അധികം വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കാറുള്ളത്. ആ വെളിച്ചെണ്ണ പിന്നെ യൂസ് ചെയ്യും കേട്ടോ. ഇന്നെടുത്തത് ഇന്ന് തന്നെ വേറെ കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ, മീനോ ഇറച്ചിയോ ഒക്കെ ഉണ്ടാക്കുമല്ലോ ഉച്ചയ്ക്ക്, അപ്പോൾ അത് അവിടെ യൂസ് ചെയ്ത് തീർക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കാറില്ല ചോദിച്ചിരുന്നു കേട്ടോ, ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചപ്പോൾ. ഞാനിതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ശേഷം കേട്ടോ ഉപ്പും മുളകും ഇട്ട് കൊടുക്കുക. ഉപ്പും മുളകും ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ക്രിസ്പി ആയി വരില്ല തോന്നാറുണ്ട്. അപ്പം ഞാൻ ഇത് വറുത്തെടുത്തതിന് ശേഷമാണ് ആവശ്യത്തിന് ഉപ്പും കുറച്ചൊരു പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുള്ളൂ. ഇന്ന് പുട്ടാണ് കേട്ടോ, പുട്ടും ബീഫ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടിന് ഞാൻ നനച്ച് വെച്ചിട്ടൊക്കെ പോയത് കേട്ടോ, വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ ഒന്ന് വന്ന് പോയതാണ്. അപ്പോൾ പുട്ടിൻ്റെ ഉള്ള മാവിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു, അരിയൊക്കെ തിളപ്പിച്ച് ഇട്ടതിന് ശേഷം പോയതായിരുന്നു കേട്ടോ. നമ്മളിവിടുന്ന് ഒരു മരം വെട്ടി ഒഴിവാക്കിയിട്ട് നല്ല വെളിച്ചമുണ്ട്. ഒരു ഞാവലിൻ്റെ മരം ഉണ്ടായിരുന്നു അവിടെ, അത് വെട്ടി ഒഴിവാക്കാൻ കാരണം കേട്ടോ, ഒരു മാവിൻ്റെ തൈ ഉണ്ടല്ലോ, രണ്ടും കൂടി തിങ്ങി നിന്നിട്ട് അത് കായ്ക്കണ മാവാണ്. അപ്പോൾ അതിനൊരു സൗകര്യമില്ല, പിന്നെ ഞാവലിട്ട് കായ്ക്കണമില്ല. അപ്പോൾ പിന്നെ ഒന്ന് സൗകര്യം ചെയ്ത് കൊടുത്താട്ടോ. വെട്ടുമ്പോൾ മോന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന സമയത്തായിരുന്നു ഇന്നലെ. അപ്പോൾ അവനങ്ങനെ പറയണ്ടായിരുന്നു മരങ്ങൾ വെട്ടാൻ പാടില്ല എന്ന് ടീച്ചർ പറഞ്ഞേക്കണമെന്നൊക്കെ. അപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന ചാമ്പ മരങ്ങളും വെട്ടിയിട്ട് 3 ചാമ്പ മരം ഉണ്ടായിരുന്നല്ലോ, വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അതുമേ നിറച്ച് കായ ഉണ്ടാവും, പക്ഷെ ഒരുപാട് പുഴുക്കളായിരിക്കും കേട്ടോ. അപ്പോൾ അതും വെട്ടി ഒഴിവാക്കി വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാലോ എന്ന് എഴുതിയിട്ടോ. ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ബീഫ് കറിയാണ്. അപ്പോൾ ഈ ബീഫ് കറി കണ്ടിട്ടൊന്ന് പുട്ടുണ്ടാക്കണത്. പിന്നെ ഇപ്പോൾ പുട്ടിനുള്ള വെള്ളം കുക്കറിൽ വെക്കുക കേട്ടോ. ഞാൻ കുക്കറിൽ വെക്കണ സ്റ്റീമറാണ് എൻ്റെ കയ്യിൽ. പുട്ടിനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കട്ടെ. മറ്റേതിനിപ്പോൾ പുട്ട് ഉണ്ടാക്കി തീരുന്ന വരെ തേങ്ങ പുറത്തിരുന്ന് പിന്നെയും തണുപ്പിച്ചങ്ങനെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. 2-2.5 തേങ്ങ വരെ ഉണ്ട് ഇട്ടത്, കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ട്. അപ്പോൾ 2-3 ദിവസത്തിന് ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവച്ചിട്ട് വരാം. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നൊന്നും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. രാവിലെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. പിന്നെ എനിക്ക് തോന്നി വീഡിയോ എടുക്കാമെന്ന്. 2 ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാറുമില്ല. ഓൾട്ടർനേറ്റീവ് ഇട്ടിടാന്ന് വിചാരിച്ചാൽ അതും ചിലപ്പോഴൊന്നും സാധിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ വ്യൂസും കുറവാണ്. എന്നാലും ഞാനൊരു എന്താ പറയുക, എൻ്റെ ഒരു ഹോബി, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിരക്ക് വീഡിയോ അങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾക്ക് ലഞ്ചാണല്ലോ കൊടുത്തുവിടാറ്, ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് എല്ലാ കടികളും ഉണ്ടാക്കും രാവിലെ. പുട്ടും എല്ലാ സംഭവവും ഉണ്ടാക്കും. മറ്റേത് ഞാൻ മോനെ കൊടുത്തുവിടാനും കൂടെ പരിഗണിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ.
ഇപ്പോൾ ചോറ് തന്നെ കൊടുത്തു വിടണോണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ ചോറായിക്കോളും. പിന്നെ എനിക്ക് ഇപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ. രാവിലെ ചോറും കറിയൊക്കെ ആവുമ്പോൾ പിന്നെ കുറച്ച് പണിയുള്ളല്ലോ, പിന്നെ നമ്മൾ സമാധാനത്തിൽ ഇങ്ങനെ ആശ്വാസത്തിലൊക്കെ അടുക്കളയിൽ കയറിയാൽ മതി. അപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അതിനൊന്നും ടൈം ഉണ്ടാവാറില്ല. ഞാൻ മോനെ വിട്ടതിന് ശേഷമാണ് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ. ഇപ്പം അവന് ലഞ്ച് കൊടുത്തു വിടുന്ന കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോളും. ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഇറച്ചിയോ മീൻ എന്തെങ്കിലും ഉണ്ടാക്കാണ്ടെങ്കിലല്ലേ ഉണ്ടാവുള്ളൂ, അത് പെട്ടെന്ന് അങ്ങോട്ട് കഴിയും. ചെറിയ ജീരകവും കടുകും കൂടെ പൊട്ടിച്ചിട്ടാട്ടോ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചട്ടിയിൽ ഇട്ട് കൊടുത്തത്. ഈ ഒരു പാനിൽ തന്നെ രണ്ടും ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് ഈ പാൻ വെച്ചത്. കടുക് പൊട്ടിച്ചപ്പോൾ ഹോബുക്കൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷനാണ്, പെട്ടെന്ന് തുടച്ചുകൊണ്ടിരിക്കണം. ചിലരൊക്കെ പറയാറുണ്ട് ഹോബ് ചൂടോടെ തുറക്കരുതെന്നൊക്കെ. ഹോബിൻ്റെ ഗ്ലാസ് ഒന്നും ചൂടാവൊന്നുമില്ല കേട്ടോ. എത്ര നേരം ഉപയോഗിച്ചാലും ഗ്ലാസ് ഒന്നും ചൂടാവാറൊന്നുമില്ല. ചൂടാവുന്ന ടൈപ്പ് ഉണ്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ ചൂടാവാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ തുടച്ചുകൊണ്ടിരിക്കും. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, ഒരുപാട് തുടക്കണത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കലാണ്. ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോഴാണ് എനിക്കിങ്ങനെ മനസ്സിലാവട്ടെ എത്ര പ്രാവശ്യമായി തുടക്കണമെന്ന്. അപ്പം ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു ഇറിറ്റേഷനാണ് കാണുമ്പോൾ. അപ്പം ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കും കേട്ടോ. നമ്മൾ ജോലികൾ ചെയ്യുന്ന ഇടയിൽ കൂടെ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ പണികൾ തീരുമ്പോൾ എല്ലാം കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി പോകാമല്ലോ. പിന്നെ അത് ക്ലീൻ ആക്കുന്നൊരു ജോലി വേറെ കിടക്കൂലല്ലോ. കിളികൾ ഇന്നെ കണ്ടാൽ തുടങ്ങും കേട്ടോ ഇങ്ങനെ കരയല് രാവിലെ. പിന്നെ അവരുടെ അടുത്തൊന്ന് പോയി കഴിക്കാനൊക്കെ ഉണ്ടാവും, സീഡൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ. എന്നാലും ഭയങ്കര ഒച്ചയും ബഹളം ഉണ്ടാക്കും. പിന്നെ അവരുടെ അടുത്തൊന്ന് പോയി വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് തിന്നാളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ പിന്നെ ഒന്ന് നിർത്തും കേട്ടോ. നമ്മളതിൽ പുതിയ കൂടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയിടാനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ തോന്നുക. ചിലപ്പോൾ തൂവലൊക്കെ പെറുക്കി ഇങ്ങനെ പോണതാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും തൂവലങ്ങനെ പൊഴിയൂല. കോക്ടെയിലല്ലേ, ലവ് ബേർഡ്സിൻ്റെ ഒന്നും പോലെ തൂവലും ഒന്നും വരില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ആരോ കമൻറ്റിൽ ചോദിച്ചിരുന്നു കേട്ടോ എന്നോട്, ലവ് ബേർഡ്സിനെ പോലെ സ്മെല്ലുണ്ടോ, തൂവലൊക്കെ പാറൂല എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഇത് കോക്ടെയിലാണല്ലോ, അപ്പോൾ സ്മെല്ലൊന്നുമില്ല കേട്ടോ. സത്യമാണ്, ലവ് ബേർഡ്സിന് ഒരു സ്മെല്ലുണ്ടാവും. അതാണ് ലവ് ബേർഡ്സ് ഉള്ള സ്ഥലത്ത് പാമ്പുകൾ വരുന്നത് കേട്ടോ. ഇതങ്ങനെ സ്മെല്ലൊന്നുമില്ല. ഇങ്ങനെ സംഭവം അവിടെ ഇരിക്കണമെന്നായിട്ട് നമുക്ക് അറിയാറില്ല കേട്ടോ. പിന്നെ എന്താ, ഓപ്പൺ സ്പേസിലും ആണല്ലോ. പിന്നെ തൂവലും അങ്ങനെ പൊഴിയാറില്ല. എപ്പോഴോ ഒരു തൂവൽ പൊഴിഞ്ഞത് കൊണ്ടിങ്ങനെ നടക്കും ആ പെൺകിളി. അപ്പം എനിക്ക് തോന്നി മുട്ടടാനായിട്ടുണ്ടോയെന്ന്. അപ്പം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിരുന്നിട്ട് ചെറിയൊരു കൂടിട്ട് അതിൻ്റെ ഉള്ളിൽ പാകാവുന്ന രീതിക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വെച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അതിനിങ്ങനെ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ കയറാനുള്ളൊരു സപ്പോർട്ടിന് എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരുമോ എന്നിങ്ങനെ തോന്നിയിട്ടോ. അതിന് മുന്നിൽ നേരെ മുന്നിൽ ഊഞ്ഞാലാണ്, ചിലപ്പോൾ അങ്ങനെ കയറി പഠിക്കുമായിരിക്കും. ആരെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ സംസാരിക്കാനും ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാനും. നമുക്കൊരു നാടൻ പൂച്ച ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂച്ചുള്ളത് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു കേട്ടോ. ആ പാഷ്യോ ഏരിയയിൽ അതിൻ്റെ മേലെ ഓപ്പൺ ഡ്രസ്സിലിരുന്നിട്ട് ആ പൂച്ച കിടക്കുക. പുറത്തു കൂടെ അങ്ങനെ കയറി പോകാനായിട്ട് പറ്റും. അവിടെ പോയി കിടക്കും. അപ്പോൾ എലിശല്യം ഉണ്ടായിരുന്നില്ല, എലി ഇല്ലാതായി തന്നെ പറയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നല്ല എലിശല്യം ഉണ്ടായിരുന്നു അവിടെ. ആ പൂച്ച അവിടെ കിടക്കാൻ തുടങ്ങിയതിന് ശേഷം എലിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ പൂച്ചക്ക് തീരെ ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു. എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. കഴിക്കാൻ വിളിച്ചാലൊന്നും വരില്ലായിരുന്നു. അകത്തേക്ക് കയറുകയെ ഒന്നും എടുത്ത് കഴിക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ. നല്ലൊരു പൂച്ചയായിരുന്നു. അതിപ്പോൾ ഞാനന്ന് എറണാകുളം പോയി വന്നപ്പോൾ കാക്ക പറഞ്ഞു ചേനപ്പൂവ് കേടായതാ തോന്നുന്നുണ്ട്, ഭയങ്കര സ്മെല്ലുണ്ട് പറഞ്ഞു കേട്ടോ വന്നപ്പോൾ എന്നോട്. അപ്പോൾ ചേനൻ്റെ പൂവ് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ല്, നമ്മുടെ പൂച്ചയൊക്കെ ചത്ത സ്മെല്ല് തന്നെ വരിക. പക്ഷെ അതൊരു ദിവസമേ നിൽക്കുള്ളൂ കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് പോവും. പക്ഷെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴും നല്ല സ്മെല്ലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതാ അല്ലാന്നാ തോന്നുന്നത്, ഇനി എന്തെങ്കിലും ചത്ത് എടുക്കണുണ്ടോ, കുറുക്കന്മാരൊക്കെ ഉള്ളതല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ
കടിച്ചിട്ട് കൊണ്ടിട്ടിക്കണോ എന്താണെന്നൊന്നും അറിയൂല എന്ന് കരുതി ഇങ്ങനെ പോയി നോക്കിയപ്പോൾ ആ പൂച്ച ചത്തു പോയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടമായി എനിക്ക്. അതായത് ഞാൻ അങ്ങനെ ഒരു നാടൻ പൂച്ചനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ നാടൻ വെറൈറ്റി പൂച്ചകളൊക്കെ സാധാരണ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഓടി അകത്ത് കയറും, റാക്കിൻ്റെ മേളിലൊക്കെ കയറും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ തലയിടുമൊക്കെ ചെയ്യുമല്ലോ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു പൂച്ചയായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായി. ഇന്ന് മാജിക് സ്കൂളിൽ റെഡ് ഡേ സെലിബ്രേഷൻ ആട്ടോ. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണിത്. ഒരു വിഷറി പോലത്തെ ജിയ ഉണ്ടാക്കി കൊടുത്തതാട്ടോ. റെഡ് ഡ്രസ്സ് ഇടണം. അപ്പോൾ ബസ് കയറ്റാൻ വേണ്ടി പോയതാട്ടോ. ഞാൻ കാക്കയാണ് ഇപ്പോൾ റൂട്ടിൽ കൊണ്ടുവിടാറുള്ളത്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് മറന്നുപോയിട്ടോ. അത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഗ്രൂപ്പിലെല്ലാവരും ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ ഫോട്ടോസ് ഇടും. അപ്പോഴായിരിക്കും ഞാൻ ശ്രദ്ധിക്കുക. അതുവരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയതാട്ടോ. അപ്പോൾ അവന് ഞാനും കൂടി ചെന്നപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പി. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കും കൂടി ചെയ്യല്ലേ. അപ്പം എന്നോട് പറയായിരുന്നു ഞാൻ പോകുന്നത് ഉമ്മച്ചിന്ന് വ്ളോഗിലിടാൻ കേട്ടോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവൻ കയറി പോണ വീഡിയോ കൂടെ എടുത്തു. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് സമയം റിലാക്സിങ് ടൈം ആട്ടോ. എല്ലാവർക്കും റിലാക്സിങ് ടൈം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് നോക്കിയാൽ ആർക്കെങ്കിലും കോൾ ചെയ്യുകയൊക്കെ ആയിരിക്കും ആ ഒരു സമയത്ത്. മക്കളൊക്കെ പോയി കഴിഞ്ഞാലുള്ള പണി. പക്ഷെ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുന്നുണ്ട്. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒക്കെ ഒന്ന് എല്ലാത്തിൻ്റെയും ചുവടൊക്കെ ഒന്ന് പോയി നോക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ സൈഡിൽ നമ്മൾ 3 ചാമ്പമരം ഒരുമിച്ച് നിന്നിരുന്നിട്ടാ. അത് ഞാൻ ഈ വീട്ടിൽ ഇരുന്ന സമയത്ത് ഭയങ്കര വെയിലാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തണലാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നല്ലോണം കായ്ക്കാറുണ്ട്. പക്ഷെ ഭയങ്കര പുഴു മുറ്റത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആകെ ചാടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആകെ ചാമ്പൊക്കെ ചാടിയിട്ട് ഇങ്ങനെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. അപ്പം ഇന്നലെ മരം വെട്ടുകാർ വന്നപ്പോൾ അതും വെട്ടിച്ചു. ഈ കലാത്തിയ ഒരുപാട് ദിവസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ജനലിൻ്റെ സൈഡിൽ വെക്കണോ ഈ സൈഡിൽ വെക്കണോ എന്നൊരു കൺഫ്യൂഷനിൽ വെക്കണം എന്തായാലും. പിന്നെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് വന്ന് നോക്കി. ഞാൻ ഞാവൽ മരം വെട്ടിയ സ്ഥലമൊക്കെ ഞാൻ എടുത്തിരുന്നു കേട്ടോ. പക്ഷെ റെക്കോർഡായിട്ടില്ല. ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ ഓൺ ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പ്രസ് ചെയ്തപ്പോൾ ഓൺ ആയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. ഏതായാലും അത് പോട്ടെ. ഞാൻ മുളക് തൈൻ്റെ അടിയിൽ ഒരുപാട് എന്തൊക്കെയോ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വളം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കിട്ടോ. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം അധികം ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടോ നനക്കാനാവാറുള്ളൂ. മഴയല്ലേ, വെയിലില്ലല്ലോ, ചൂടും വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേശ്ശെ നനച്ചു കൊടുക്കുക കേട്ടോ. ഒരു ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് അതുകൊണ്ട് എല്ലാത്തിനും കൂടെ നനച്ചു കൊടുക്കുക ചെയ്തത്. പിന്നെ മുകളിൽ ഞാൻ കർട്ടൻ പ്ലാന്റ്സ് ഒരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനന്ന് നേഴ്സറിയിൽ നിന്ന് കൊടുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതവിടെ സർവൈവ് ചെയ്യുമോ നോക്കണമെന്ന്. അതിന് വേണ്ടി വാങ്ങിയതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പോട്ട് വെച്ച് നോക്കിയിട്ട് സർവൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെക്കാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡ് ഈ പർഗോളിൻ്റെ മുകൾ ഭാഗം ഫുള്ള് ഗ്ലാസ് ആട്ടോ. അതുകൊണ്ടാണ് അത്രക്ക് നല്ല വെളിച്ചമുള്ളത്. പിന്നെ 2 സൈഡും ഗ്ലാസ് തന്നെയാണ്. ആദ്യം സൈഡ് ഓപ്പൺ ആയിരുന്നു. പിന്നെ അത് കൂടെ എലിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാനത് ഗ്ലാസ് ഇടിപ്പിച്ചതാട്ടോ. അപ്പുറത്ത് ആ ഓപ്പൺ ഡ്രസ്സും ഫുള്ള് ഗ്ലാസ് തന്നെയാണ്. സൈഡൊക്കെ ഗ്ലാസും മേലെ ഷീറ്റുമാണ്. അവിടെ നമ്മൾ ഡ്രസ്സ് അലക്കിയിടുകയും ചെയ്തിരുന്നത്. ഇപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് കയറാറില്ല. നല്ല മഴയാകുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് അലക്കിയിടും ഞാൻ. ഇത് മണി പ്ലാന്റ് നനക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത്യാവശ്യം ഈർപ്പുണ്ട് കേട്ടോ. കുറേശ്ശെ നനച്ചിട്ടുള്ളൂ. ഈ ഭാഗത്തുള്ള കർട്ടൺ ഞാൻ നീക്കിയിടും കേട്ടോ. അപ്പോഴും ഈ മണി പ്ലാന്റിനൊക്കെ നല്ല വെളിച്ചം കിട്ടും. അവിടുന്ന് മാറ്റി ഇടയ്ക്ക് പുറത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആരൊക്കെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മണി പ്ലാന്റ് വെച്ച മുതൽ അവിടെ തന്നെയാണോ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ച അന്ന് മുതൽ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചും കാറ്റും ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വിൻഡോ നീക്കിയിട്ട് കൊടുക്കും. ഇവിടെയൊക്കെ കർട്ടൻ തുറന്നിടുമ്പോൾ നല്ല കാറ്റും വെളിച്ചും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ലാൻഡിങ്ങിൻ്റെ സൈഡിലും 2 ഗ്ലാസ് നമ്മൾ തുറന്ന് വെക്കും കേട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നനച്ച് ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ, രാവിലത്തെ ഇൻഡോർ റൂട്ടീന്. ഇനി വീണ്ടും കിച്ചണിലേക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. വീണ്ടും ഒരു വ്ളോഗായിട്ട് വരാം. അസ്സലാമു അലൈക്കും, ബൈ.